ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഡിസംബർ 14th ആണ്. ഹെസ ബേബീനെ ഞങ്ങൾ ഉറക്കി കിടത്തിയിട്ടുള്ള പരിപാടിയിലാണ് ഇവിടെ. എന്താണ് ആ പരിപാടി എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ആ പരിപാടിയാണ് ഹെസ ബേബിയുടെ ബർത്ത്ഡേക്കുള്ള പ്രിപ്പറേഷനാണ്. പപ്പ അവിടെ ആഞ്ഞ് വീർപ്പിക്കുന്നുണ്ട് ബലൂൺസൊക്കെ. നമ്മളിവിടേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് ആൾ എണീക്കുമ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞങ്ങളൊക്കെ നൈറ്റ് ഡ്രസ് കോസ്റ്റ്യൂമിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഹെസ ബേബിക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ ബലൂൺ വീർപ്പിക്കലാണ്. ദാറ്റ് ഇസ് ലിറ്റിൽ ബിഗ്, മേക്ക് ഇറ്റ് ലിറ്റിൽ സ്മോൾ. ഓക്കെ, ഇനഫ്. ഓക്കെ, ഇക്കുവിന് എന്തെങ്കിലും പറയാനുണ്ടോ? എനിത്തിങ് ഫോർ ഹെസലിൻ അല്ലേ? ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഡിസൈൻ ഇതാണ്. അങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല. ലെറ്റ്സ് ട്രൈ. ഹലോ ഗായ്സ്, അപ്പോൾ അസർബൈജാനിൽ ഇപ്പോൾ സമയം 12 മണിയായി. നമ്മുടെ ഡെക്കറേഷനെല്ലാം ഓൾമോസ്റ്റ് ക്ലിയറായി. മോളുടെ ബർത്ത്ഡേക്കുള്ള ബലൂണെല്ലാം സെറ്റാണ്. ഇപ്പം നമ്മൾ ഒന്നും അറിയണില്ല, അവൾ ഉറങ്ങുകയാണ്. നാളെ ഇത് കാണുമ്പോൾ അവളുടെ റിയാക്ഷൻ എന്തായിരിക്കും നമുക്കറിയില്ല. ആ റിയാക്ഷൻ ഇതിനകത്ത് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ ഒന്നും അറിയില്ല. ട്രൈ ടു ക്യാപ്ചർ അല്ലേ? അതെ, ഇപ്പോൾ നമ്മളിതെല്ലാം ഫിക്സ് ചെയ്തിട്ട് വേണം ഈ ഒരു വാളിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള 2 സൈഡ് ഡബിൾ ടാപ്പ് എല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ദുബായിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഇനി എല്ലാം ഇത് ഫിക്സ് ചെയ്തിട്ട് എനിക്ക് വീഡിയോസ് അയച്ചു തരാം. വീഡിയോസ് എടുക്കുന്നുണ്ട്. പിന്നെ ഫോട്ടോസും റീൽസും ഒക്കെ കാണണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യണം, ടിക്ടോക്ക് ഫോളോ ചെയ്യണം. സോ ഗായ്സ്, നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ബലൂണെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. കാണിച്ചു തരാം. യെസ്, ഒരു 1 hourൻ്റെ എഫേർട്ടാണ്. ഓക്കെ, സോ നമ്മളിനി അത് എല്ലാം നാളെ കാലത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇനി എല്ലാവരും ടയേർഡായി. ഈ ഒരു ഇതോടുകൂടി നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം എന്താ വെച്ചാൽ സെക്കൻഡ് പാർട്ടായിട്ട് എടുക്കുമോ, ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് എടുക്കുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഇതാണ് അവളുടെ കുഞ്ഞി ഷൂ. ഗെസ് ആയിട്ടുണ്ടാവുമല്ലോ, ഇതവളുടെ കുഞ്ഞി ഷൂ ആണ്. ഇതൊക്കെ ഇട്ട് നമ്മളെ സുന്ദരി രാജകുമാരിയാക്കി നമുക്ക് നാളെ ഒരുക്കി റെഡി ആക്കണം. അതെ ഗൈസ്, നമ്മൾ ബലൂണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോൾ ആ ഒരു സ്പേസ് നമുക്ക് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ കേക്ക് എല്ലാം കട്ട് ചെയ്ത് ഹെസ ബേബിയുടെ പുതിയ കോസ്റ്റ്യൂമാണ്. ഇങ്ങനെയുണ്ട്. അവള് കുറച്ച് ഗ്ലൂമിയാണ്, കുറച്ച് ഗ്രംപിയാണ്. അവള് കോപ്പറേറ്റ് ചെയ്യുന്നില്ല. കാരണം അവള് ഈ ടൈമിൽ ഉറങ്ങുന്ന ടൈമാണ്. പിന്നെ നമുക്ക് ചെക്കൗട്ട് ചെയ്യാനുള്ളത് കൊണ്ട് ഞങ്ങൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആക്കിയിട്ട് ഫോട്ടോസ് ഒക്കെ തരുന്നു കേട്ടോ ഗൈസ്. ഇങ്ങനെ പിന്നെ ഹെസ ബേബിയുടെ ബർത്ത്ഡേ വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം, ഹെസമോളുടെ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. അതിനകത്ത് നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ച് റീൽസായിട്ടും അല്ലാണ്ട് ഈ ഒരു യൂട്യൂബ് ചാനലിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് ഷോർട്സ് ആയിട്ടുമൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഞങ്ങൾ കുറച്ച് എമർജൻസിയിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുൾ വ്ളോഗ് എടുത്ത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടി നമ്മുടെ ടൂർ ഗൈഡ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയല്ല ഇന്നത്തെ വീഡിയോ. ഹാപ്പി ബർത്ത്ഡേ ഹെസ ബേബി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്.